റോഷി, ഇനി ലീഗിന്റെ മധ്യസ്ഥതയിലാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഇനി PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടാവില്ല എന്ന് തന്നെയല്ലേ? VD സതീശൻ ഇപ്പോൾ അക്കാര്യം അസന്ദിഗ്ധമായി അറിയിക്കുകയല്ലേ ചെയ്യുന്നത്? വേണമെങ്കിൽ PV അൻവറിന് UDF-ഉമായി സഹകരിക്കാം, സഹകരിച്ചാൽ ഞങ്ങൾ പറയാം നിലപാട്. ശക്തമായ മെസ്സേജ് അല്ലേ? അരുൺകുമാർ, ഇക്കാര്യത്തിൽ UDF-ൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം മുസ്ലിം ലീഗ് PV അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല UDF-ലെ മറ്റ് പല ഘടകകക്ഷികൾക്കും സമാനമായ അഭിപ്രായമുണ്ട്. കാരണം ഇത് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നതിനെ സ്വാധീനിക്കും എന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗിന്. അതുകൊണ്ടാണ് ഇങ്ങനെ അഗ്രസീവായി പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. ഇന്ന് 2 വട്ടമാണ് PV അൻവറുമായി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും PM സലാമും ചർച്ച നടത്തിയത്. ആദ്യ ചർച്ച നടത്തുന്നു, അതിനുശേഷം കോൺഗ്രസ് നേതാക്കളുമായി PK കുഞ്ഞാലിക്കുട്ടിയും PM സലാമും ചർച്ച നടത്തുന്നു. അതിനുശേഷം വീണ്ടും PV അൻവറിനെ വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നു. അങ്ങനെ നിലപാട് മയപ്പെടുത്താൻ PV അൻവറിനോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻവർ ഇവിടെ നിന്നും ചർച്ചയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തി നിലപാട് പതുക്കെ മയപ്പെടുത്തിയത്. ഇനി UDF നേതൃത്വം കോൺഗ്രസ് നേതൃത്വം സമാനമായ നിലപാടിലേക്ക് എത്തും. അങ്ങനെ പ്രശ്നങ്ങൾ അനുനയിപ്പിച്ച് തീർക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് ലീഗ്. ഇപ്പോൾ അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാമിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട്. നാളത്തോടെ ഈ പ്രശ്നങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസമാണ് PM സലാം ഇപ്പോൾ ക്യാമറയ്ക്ക് പുറത്ത്. ആ ആത്മവിശ്വാസം ഞാൻ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ലീഗ് മുൻകൈയെടുക്കുന്നു. മാത്രവുമല്ല ലീഗ് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ കാര്യം കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുമുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ 3 പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് നേതാക്കളും CMP നേതാവും അടക്കം പോയത് ഈ UDF-ന്റെ എല്ലാവരുമായി ആലോചിച്ചാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച പോസിറ്റീവായാണ് PV അൻവർ കണ്ടത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് മറ്റു കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. ഏതായാലും ഇന്ന് അവസാനം നടന്ന കൂടിക്കാഴ്ച ലീഗിനും ഒപ്പം PV അൻവറിനും ഒരുപോലെ ആത്മവിശ്വാസമുണ്ട് എന്നാണ് ഇവരുടെയൊക്കെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു റോഷി പാൽ വിവരങ്ങൾ നൽകിയതിന്.